വിഴിഞ്ഞം പദ്ധതി, തുറമുഖ പദ്ധതി ഏറ്റെടുത്ത് നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ, സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുകയും അന്നത്തെ മുഖ്യമന്ത്രി അതിനെതിരായി വന്ന വാദങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ഇതിൻ്റെ ആവശ്യവും സാധ്യതകളും വിശദീകരിക്കുന്ന ദീർഘമായൊരു പ്രസംഗം നിയമസഭയിൽ നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം ഇതിൻ്റെ സാധ്യതകളെല്ലാം പറഞ്ഞു. അന്ന് അങ്ങനെ ആ ഗവൺമെൻറ് തീരുമാനപ്രകാരം ഇത് അന്താരാഷ്ട്ര ദർഗാസിന് ഇത് നിർമ്മിക്കാനുള്ള ഒരു കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് ദർഗാസ് കൊടുത്തു. ഒരേ ഒരു കമ്പനി മാത്രമേ, നിർമ്മാണ കമ്പനി മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ. അത് സൂം എന്ന പേരിലുള്ള ഒരു കമ്പനിയായിരുന്നു. ആ സൂമിൻ്റെ പിന്നിൽ ചൈനയായിരുന്നു. ചൈനയുടെ ഒരു ബിനാമി കമ്പനിയായിരുന്നു സൂം എന്ന് അന്നേ എല്ലാവർക്കും അറിയാമായിരുന്നു. അവർ മാത്രമേ ബിഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഒരേ ഒരു കമ്പനി ബിഡ് ചെയ്തപ്പോൾ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള ക്ലിയറൻസ് വേണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് വേണം, അന്താരാഷ്ട്ര കമ്പനിയല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മുമ്പിൽ ഈ ഫയലെത്തി. അദ്ദേഹം ഇതിനെപ്പറ്റി സൂക്ഷ്മവും വിശദവുമായി പഠിച്ചപ്പോൾ ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് എത്ര ഒരു ഭീഷണിയാണ് എന്ന് കണ്ടു. പ്രത്യേകിച്ചും നമ്മുടെ വിശാലമായ അറേബ്യൻ കടലോരത്ത് ചൈനയ്ക്ക് ആധിപത്യമുള്ള ഒരു തുറമുഖം ഇങ്ങനെ തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ അത് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കും എന്ന് അദ്ദേഹം കണ്ടു. അതുകൊണ്ട് ഈ കമ്പനിയുടെ പ്രപ്പോസൽ സ്വീകരിക്കാൻ പറ്റില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. അങ്ങനെയാണ് അത് ചൈനയുടെ കയ്യിൽ നിന്ന് പോയത്.